അറിഞ്ഞില്ലേ എന്ത് അതാ അങ്ങോട്ടേക്ക് നോക്കൂ. ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഒരുപാട് പെൺകുട്ടികൾ മനോഹരമായി ഡാൻസ് ചെയ്തിട്ടും ഒരു പെൺകുട്ടിയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. അതിനൊന്നും ഇല്ലേ? എന്തുകൊണ്ടാണ്? ബിക്കോസ് ഷീ ഈസ് വെയറിംഗ് ഹിജാബ്. താൻ എന്ത് തേങ്ങാ കൊലയാടോ ഈ പറഞ്ഞോണ്ട് വരുന്നത്? ഉങ്ങൾക്ക് തെരിയാതാ? വാ. പാരി, അങ്ങേ പാരി. ഹോ, മനോഹരം, ഗംഭീരം. അവറ്റകളോട് മാറിപ്പോൻ പറയാ. ഞാൻ പോവാ. നാടേ നശിക്കാൻ പോവാ. ഒരു മുസ്ലിം പെൺകുട്ടി അവളുടെ കോളേജിൽ എന്തോ ഒരു പരിപാടിക്ക് ഒരു ഗ്രൂപ്പ് ഡാൻസ് കളിച്ചു. ഹിജാബ് ധരിച്ചിട്ടാണ് കളിച്ചത്. അതിപ്പോ ഭയങ്കര വിഷയമായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഒരു കഥ കേട്ടിട്ട് കുറച്ച് നാളായി. നല്ല മൂഡ് പറവച്ച. ഈ പെൺകുട്ടി നല്ല അസലായിട്ട് ഡാൻസ് കളിച്ചിട്ടുണ്ട്. പക്ഷെ പലർക്കും അത് അത്രക്ക് അങ്ങോട്ട് പിടിച്ചില്ല. കാരണം എന്താണ്? ഈ പെൺകുട്ടി ഒരു മുസ്ലിമാണ്. ആരാന്റെ കാര്യത്തിൽ എന്താ താല്പര്യം? തെറ്റ് ശരി നിശ്ചയിക്കാൻ നിങ്ങളാരാ? ഹിജാബ് ധരിച്ചിട്ടാണ് ഡാൻസ് കളിച്ചത്, അത്ര തന്നെ. നിനക്ക് നരകത്തിലെ വിറക് കൊള്ളി ആകണോ മോടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ കുറെ ഇറങ്ങിയിട്ടുണ്ട്. മോനെ, നീ ഇപ്പോഴും ഈ വക തമാശ ഒന്നും വേണ്ടെന്ന് നിന്നോട് പറഞ്ഞല്ലേ. പണ്ട് ഇൻസ്റ്റാഗ്രാമിൽ പലജാതി ഡാൻസുകളും കളിച്ച് നടന്ന ആളായിരുന്നു നമ്മുടെ മുബീന താത്ത. ഈശ്വര, ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. നീ പറഞ്ഞത് ശരിയാ. എനിക്ക് അങ്ങനെ ഒരു ദുർബല നിമിഷത്തിൽ സംഭവിച്ചു പോയി. പക്ഷെ പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് താത്തയിൽ ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത്. അത് പെരുമാറ്റത്തിന് ഞങ്ങൾക്ക് മനസ്സിലായി. എന്താ എന്നിട്ട് എന്ത് നല്ല പെരുമാറ്റം എന്ന് പറയായിരുന്നു. താത്തക്ക് ദൈവവിളി വന്നു. അതോടെ താത്ത നന്നായി. പെണ്ണുങ്ങളെല്ലാം തട്ടമിടിക്കലായിരുന്നു പിന്നീട് മുബീന താത്തിന്റെ മെയിൻ പരിപാടി. പക്ഷേ ഈ കോളേജ് പെൺകുട്ടി ഡാൻസ് കളിച്ച സംഭവത്തിൽ ആ പെൺകുട്ടി ഹിജാബ് ഇട്ട് ഡാൻസ് കളിപ്പിച്ചതാണ് മുബീന താത്തനെ ചൊടിപ്പിച്ചത്. ഹിജാബ് ഇട്ടുകൊണ്ട് ഡാൻസ് കളിക്കാൻ പാടില്ല അത്ര. എന്തായാലും കുട്ടിയോട് തട്ടമിട്ട് ഡാൻസ് കളിക്കരുത് എന്ന് പറഞ്ഞ അതേ ആള് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ തട്ടമിട്ടുകൊണ്ട് പലജാതി റീലുകളും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി. എന്തൊരു മെനാട്ടോ ശ്രീ അവര് പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. എന്നാലും ഞാനതെല്ലാം ആലോചിക്കുന്നുണ്ട്, ഈ മുസ്ലിം പെൺകുട്ടി എന്ത് വൃത്തിയായിട്ടാണ് ഡാൻസ് കളിക്കുന്നത്. വസ്ത്രമാണെങ്കിലും എക്സ്പ്രഷൻസ് ആണെങ്കിലും ഒട്ടും ബോറില്ല. നീയൊക്കെ ഒരു മനുഷ്യനാണോടാ? നിന്നെയൊക്കെ എങ്ങനെ ഒരു കുടുംബത്തിൽ കയറ്റുന്നത്? നീയൊക്കെ ഒരു മനുഷ്യനാണോടാ? ഒരു കുറ്റവും പറയാനില്ല. എന്നിട്ടും എങ്ങനെയാണ് എന്തോ ഈ ഡാൻസ് കണ്ടിട്ട് ചില ആളുകൾ കുറ്റം കണ്ടുപിടിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്റെ പൊന്ന് സാറേ, ഈ കള്ളന്മാരുടെ കൂടെ പിടിച്ചിക്കാൻ ഞാൻ പെടുന്ന പാട്. ഡാൻസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ഓരോരുത്തരുടെയും പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്ടങ്ങളാണ്. പക്ഷെ ഹിജാബ് ധരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യാമോ? ഒന്നും വിചാരിക്കരുത്, ഞങ്ങൾ എതിരാണ്. എന്തേ നിങ്ങളെ പിടിച്ച് കടിച്ച? ഹിജാബ് ധരിച്ചും ഡാൻസ് ചെയ്യാം, ധരിക്കാതെയും ഡാൻസ് ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടമല്ലേ. നീ നിനക്ക് ഇഷ്ടമുള്ള ജീവിക്കാറുമാനെ, മറ്റുള്ളവർ അവർക്ക് ഇഷ്ടമുള്ള ജീവിക്കട്ടെ. ഇത്തിരി ദയുണ്ടായാൽ മതി. മറ്റുള്ളവരുടെ വിശ്വാസത്തോട് ഇത്തിരി റെസ്പെക്റ്റും അത്രയും ആവശ്യമുള്ളൂ. ലോകം നന്നായിക്കോളും. ഹിജാബ് ധരിച്ച് ഡാൻസ് ചെയ്തു എന്ന് കരുതി ഇവിടെ ആകാശം നിടിഞ്ഞു വീഴാൻ പോണില്ല. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവില്ല. ഇനിയിപ്പോ മതപരമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ഈ പെൺകുട്ടിയും പഠിച്ചവനും തമ്മിൽ നോക്കിക്കോളും. അത് നിങ്ങൾ ബേജാറാവേണ്ട താത്ത. നിങ്ങൾ ആദ്യം നിങ്ങളെ കാര്യം നോക്കാൻ നോക്കി. അത് ശരി, വഴി കുത്തിരിക്കാൻ പഠിച്ചവന്റെ മുന്നിൽ നിങ്ങൾ ഫുൾ പെർഫെക്റ്റ് ആണോന്ന് നോക്കിക്കോളൂ. എന്നിട്ട് മറ്റുള്ളവർ ഉപദേശിക്കാൻ അറിയാൻ മതി കേട്ടോ. ബുദ്ധിയില്ലായ്മയ്ക്ക് ഒരു മര്യാദ വേണ്ടേ? നമ്മളൊക്കെ ഇനി എത്ര കാലം ഒന്ന് നിർത്ത്. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മൾ ഈ സീറ്റ് ബെൽറ്റ് ധരിക്കില്ലേ? എന്തിനാണ്? ഇതൊക്കെ എന്തിനാ ഇവിടെ വിളമ്പണേ? സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. ഈ സീറ്റ് ബെൽറ്റ് ധരിച്ചുകൊണ്ട് തിരക്കുള്ള സ്ഥലത്തിലൂടെ 100-120 സ്പീഡില് കാർ ഓടിച്ചു പോയാൽ എങ്ങനെ ഇരിക്കും? ആ കാർ ഓടിക്കുന്ന ആൾക്കും അവിടെ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും ഡേഞ്ചർ അല്ലേ? പിന്നെ ഈ സീറ്റ് ബെൽറ്റ് കൊണ്ട് എന്താണ് പ്രയോജനം? യെസ്, ഇതൊക്കെ എന്ത് തരം ഉദാഹരണമാണ്? എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ലേ. എന്നിട്ട് നീ ഏതായാലും പറയും, ബാക്കിയോടെ പറയും. ഒരൊറ്റ റിക്വസ്റ്റേ ഉള്ളൂ, ഡാൻസ് ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷെ ദയവ് ചെയ്ത് ഹിജാബ് ധരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യാതിരിക്കുക. നല്ല മനുഷ്യൻ, ഇയാള് വേഗം ചത്താൽ മതിയായിരുന്നു. നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണേ എണീക്കെ പിടിക്കണത്? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി. ഹിജാബിന് അതിൻ്റെതായിട്ടുള്ള ഒരു പരിശുദ്ധിയുണ്ട്. ഞാൻ ആ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തുകയോ വിമർശിക്കാനോ വേണ്ടിയല്ല ഈ വീഡിയോ ചെയ്യുന്നത്. കണ്ടവളന്മാരുടെ വായിലിരിക്കണ കേൾക്കേണ്ടി വരുന്ന എന്റെ ഒരു വിധി. പക്ഷേ നാളെ ഇത് കണ്ട് മറ്റുള്ളവർ കൂടി ഇതേപോലെ ഇറങ്ങിയാൽ അത് വലിയ ബുദ്ധിമുട്ടാവും. കുറച്ച് നല്ലവരുടെ ഇടയിൽ ഒരു ചീത്തയാള് വന്നാൽ ചീത്തയാള് നല്ലവനാകുകയല്ല ചെയ്യുന്നത്, നല്ലവരും കൂടി ചീത്തയാകുകയാണ് ചെയ്യുന്നത്. നീ പോടേ, പല കൂലി കിട്ടുന്ന ജോലിക്ക് പോടേ. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഇതുപോലുള്ള ഗംഭീര വീഡിയോകൾക്കായി ഈ ചാനൽ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമുക്കാൻ മറക്കല്ലേ.